യുപിയിലെ ഷാഹി ജുമാ മസ്ജിദ് സർവേക്കിടെ സംഘർഷം, പോലീസ് വെടിവെപ്പ്, 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്, വാഹനങ്ങൾക്ക് തീയിട്ടു. ഉത്തർപ്രദേശിലെ സാംബാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് വെടിവെപ്പ്, പ്രദേശവാസികളായ 3 പേർ കൊല്ലപ്പെട്ടു. നദീം അഹമ്മദ്, ബിലാൽ അൻസാരി, നൂമാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭയാനകമായ വാർത്ത. ഇന്നലെ മുതൽ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ രാവിലത്തെ പത്രങ്ങളിലൊക്കെ ഈ വാർത്ത ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടേ ഒരു പ്രതിഷേധം, ഒരു പ്രസ്താവന പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, അത്തരം നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം ഭയാനകമാണ് ഈ ഒരു മൗനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രതിഷേധിച്ചവർക്ക് നേരെ ഇത്തരത്തിൽ വെടിവെച്ച് 3 ആളും മരണപ്പെട്ടിരിക്കും. എന്താ വിഷയം എന്നറിയങ്ങൾ? മസ്ജിദിന്റെ അകത്ത് വിഗ്രഹം ഉണ്ടോ എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം വർഗീയപരമായ രീതിയിലേക്ക്, ഇപ്പൊ നമുക്കറിയാലോ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കോടതിക്ക് പോലും ബോധ്യപ്പെട്ടുകൊണ്ട് വിചിത്ര വിധി പിന്നീട് വരിക, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമാണ്, ഖേദകരമാണ് ഈ അവസ്ഥയൊക്കെ. നോക്കൂ, അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു, 3 പേർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി, അവിടെ ഭയങ്കര സംഘർഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് കാണുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ പോലും അതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം അറിയിക്കാൻ നമ്മുടെ പ്രാദേശിക തലങ്ങളിലൊക്കെ SDP പോലെയുള്ള പാർട്ടികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി എന്നല്ലാതെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീക്ഷയായി അവസാനത്തെ ബസ്സിനെ നിയന്ത്രിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാർ എവിടെ പോയി എന്ന് ചോദിച്ചു പോവാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തേണ്ടതില്ലേ? അതോ ഞാൻ ചോദിക്കുന്നത്, ഇതിനെതിരെ പ്രസ്താവന നടത്തിയാൽ അടുത്ത ഇലക്ഷനെ ബാധിക്കുമോ? അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ നിൽക്കണം. ഇപ്പോ പാലക്കാട്ടില് പിന്നെ SDP പിന്തുണ കൊടുത്തപ്പോഴേ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് കണ്ട്, SDP ഇങ്ങനെ പരസ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയാൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചർച്ചയാവില്ല എന്നാണ്. നമുക്കൊന്ന് വണ്ടി വിട്ടൂടെ ചങ്ങായിമാരെ? ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ കാലം മുതൽ ഇന്ത്യ രാജ്യത്തുള്ള ആ ഒരു പാർട്ടിന്റെ കൊടി മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ആരെയാണോ സുഖിപ്പിക്കാൻ വേണ്ടി നിന്നത് അവർ മുഴുവനും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ തുമ്മിയാൽ പോകുന്ന മൂക്കാണ് എങ്കിൽ അങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഇത്തരക്കാരുടെ അങ്ങനെ കൊടിയുള്ള ആളുകളുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആർജവം കാണിക്കണം. ഞാൻ അത്തരം സംഗതികളിലേക്ക് പറയില്ല. ഇത്തരം മൗനങ്ങൾ ഈ രാജ്യത്ത് വളരെയധികം പ്രയാസകരമായ ഒരു അവസ്ഥ വരുമ്പോൾ അതിനെതിരെ ഒരു പ്രസ്താവന നടത്തിക്കൂടെ? 3 ജീവനുകൾ ഇല്ലാതെയായിരിക്കുന്നു. അതെന്തിന്റെ കാരണമാണ് എന്ന് വ്യക്തമാകുമ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വേറെ നിർവാഹമില്ല. കാരണം വികസനം പറഞ്ഞുകൊണ്ടൊന്നും ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് അത്തരം ഭരണകൂടയുടെ ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ട് അടുത്തതിലേക്ക് പിടിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ ഇങ്ങനെയുള്ള വർഗീയപരമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള ആ ബോധത്തോടു കൂടി, അത്തരം തന്ത്രത്തോടു കൂടിയാണ് ഈ പണിയെടുക്കുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? എവിടേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? മതേതര ചേരികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രസ്താവനയെങ്കിലും നടത്തേണ്ടതില്ലേ? ജനാധിപത്യ രീതിയിൽ. നമ്മളൊരു ജനാധിപത്യ സമൂഹമല്ലേ, മതേതര സമൂഹമല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ അജണ്ടകളിൽ പൊലിഞ്ഞു പോയത് എത്ര ജീവനുകളാണ് എന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളുടെ ചരിത്രം സാക്ഷിയല്ലേ? മൗനമാണ്. ഈ മൗനം വളരെ അപകടകരമാണ്. ആരിലാണോ പ്രതീക്ഷ അർപ്പിച്ചത് അവർ മുഴുവനും മൗനമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത്രത്തോളം ഭയാനകമായ അവസ്ഥ, ഭീകരമായ അവസ്ഥ വേറെന്താണ്? ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭരണ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ മുതലെടുപ്പ് നടത്തുന്ന ആ പ്രക്രിയയിലേക്ക് കടന്നു കയറി അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, മതേതര ചേരികൾ ഇതിനെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.